അപ്പോൾ പ്രേക്ഷകരെ ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്താം. ഈ മുഖം എവിടെയെങ്കിലും കണ്ടതായിട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ? ഒന്നുകൂടി ഒന്ന് ക്ലോസ് ഫ്രെയിമിൽ വെച്ചാൽ ആ മുഖം കുറച്ചുകൂടി മനസ്സിലാവും. ഇതിൻ്റെ പുറത്തൊരു കറുത്ത വസ്ത്രം കൂടി വേണമായിരുന്നു, ഒരു വക്കീലിൻ്റെ വേഷം. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ? ഉണ്ടാത്താൻ കേസ് കൂടി എന്ന സിനിമയില്ലേ, ആ സിനിമയിലെ നമ്മുടെ വക്കീൽ കുഞ്ചാക്ക ബോബൻ്റെ വക്കീൽ, വിജയിച്ച വക്കീലാണ് നമുക്കൊപ്പം നിൽക്കുന്നത്. നമസ്കാരം ചേട്ടാ. സന്തോഷം. സുഖം. ഇരിക്കും. ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെ, ചെറുവത്തൂരാണ്. അല്ലേ? ആ സിനിമയിലേക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതിനൊരു പ്രത്യേകത. ഇപ്പോൾ ഷുക്കൂർ വക്കീലാണെങ്കിലും അങ്ങാണെങ്കിലും ജഡ്ജി ആണെങ്കിലും എല്ലാവരും, കുഞ്ഞികൃഷ്ണ മാഷാണെങ്കിലും എല്ലാവരും എന്തൊരു നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത്. സിനിമ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം എന്താണ് നാട്ടുകാരുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു? സിനിമ കണ്ടിറങ്ങിയ ശേഷം എൻ്റെ മറ്റെല്ലാ അഡ്രസ്സും പോയി. എന്താ താൻ കേസോടായി? എനിക്ക് കുറേ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇന്നാളുടെ മകൻ, ഇന്നാളുടെ അനുജൻ, ഇന്ന പാർട്ടിയുടെ ഇന്ന ഭാരവാഹി. ഇപ്പം ആരുമില്ല. സ്വന്തം ബന്ധുവിൻ്റെ വീട്ടിൽ മരിച്ചാൽ പോയാൽ പോയി ഇയാൾ അറിയില്ലേ, ഇയാൾ മറ്റേ കുഞ്ചാക്കോൻ്റെ മറ്റേ മരിച്ചാളരിൽ ബന്ധമൊന്നുമില്ല. അങ്ങനെയായി മാറിപ്പോയി. പക്ഷെ അതുകൊണ്ട് വേറൊരു കാര്യമുണ്ട്, ഒരു നാടകത്തിലൊക്കെ നേരത്തെ ചെയ്തിട്ടൊന്നുമില്ല. ആദ്യത്തെ അഭിനയം, ആദ്യ അഭിനയമാണ് അല്ലേ? പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ ആ സീനുകളെല്ലാം? അതിലിപ്പോഴും സീനുകളും ഡയലോഗൊക്കെ ചിലത് കാണാൻ പാടമായിരിക്കില്ലേ അല്ലേ? ഒരു വലിയ ഡയലോഗ് പറയണം. ഒരു ഡയലോഗ് പറയാം, ആ സിനിമയിലെ ഒരു ഡയലോഗ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവില്ല. എന്നാത്താൻ കേസ് കൂടെ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ ഷുക്കൂർ വക്കീലിനെ വെള്ളം കൂടി മുട്ടിക്കുന്ന കക്ഷിയുണ്ടല്ലോ, അതാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് ആ ഡയലോഗ് നമുക്കൊന്ന് കേട്ടുവരാം. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. സ്വന്തം ബന്ധുവീട്ടിൽ പോയാൽ പോലും ആൾക്കാർ പറയുന്നത് ബോബൻ്റെ വക്കീലാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. രാജീവ, കോടതി കൊടുക്കുന്ന ഹർജിയിൽ ചന്തിയൊന്നും എഴുതിക്കൂടാ. ഇനി മുതൽ നിന്റെ കുണ്ടി പൃഷ്ഠം എന്നറിയപ്പെടും. ഇതാണ് ആ സിനിമയുടെ ഡയലോഗ്. സൂപ്പറായിരുന്നു. ഇത് എന്തൊരു കയ്യടിയായിരുന്നു അല്ലേ? അപ്പോൾ സൂപ്പറായിരുന്നു. ആ സിനിമ കാണാൻ പോകുന്ന സമയത്തേ, എല്ലാവരും കൂടി പോകുന്ന സമയത്ത് ഇതിങ്ങനെയൊക്കെ തന്നെ വരും. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ല, ഇതെങ്ങനെ ഇത് വിജയിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതൊരു അത്ഭുതമായിട്ട് മാറി. കാരണം ഇപ്പം സിനിമ വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും റിപ്പോർട്ടർ ചാനൽ പോലും എന്നെ വിളിക്കുന്നത് ആ സിനിമേൻ്റെ കെയർ ഓഫിലായിരിക്കാം. മറ്റു കുറേ കെയർ ഓഫ് എനിക്ക് ഉണ്ട്. ഇതല്ലാതെ എന്താ ചെയ്യുന്നത്? ഞാൻ ഒറിജിനൽ വക്കീലാണ്. പിന്നെ അല്പം എഴുത്തിൻ്റെ രോഗമുണ്ട്. പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് മാതൃഭൂമിയിലും കേരളമുതിലൊക്കെ കുറേ എഴുതിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ പ്രൊഫഷണൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. വക്കീലായിട്ട് സജീവമായിട്ടുണ്ട്, എഴുത്തുണ്ട് അല്ലേ? അതിനിടയിൽ കൊള്ളാം അല്ലേ? അതിനിടയിൽ അഭിനയമുണ്ട്. ഇനിയിപ്പം പിന്നീട് അതിനുശേഷം ഓഫറുകൾ 1-2 സിനിമ അതിനുശേഷം റിലീസായിട്ട് വന്നു. ഒരു മൈത്രി, പിന്നെ കുണ്ടലപുരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ദ്രൻസ് നായകനായ പടം. ഇപ്പോൾ 1-2 പേര് ഓഫർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഷ്ടമാണ് അല്ലേ? വക്കീൽ പണിയാണോ ഇതാണോ സുഖമുള്ള പരിപാടി? ഇഷ്ടമുള്ള പരിപാടിയാണ്. വക്കീലാണോ ഇതാണോ സുഖമുള്ള പരിപാടി? സുഖമുള്ള പരിപാടി സിനിമ തന്നെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതാണ് ഏറ്റവും, അതൊരു പാഷനുള്ളിൽ ഉറങ്ങി കിടക്കും. എത്രാമത്തെ വയസ്സിൽ അഭിനയിക്കുന്നത്? ആദ്യമായിട്ട് അഭിനയിച്ച അതിപ്പോൾ 58 വയസ്സിൽ. 58ാമത്തെ വയസ്സിലാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം നമുക്കൊരു പ്രശ്നമല്ല, അതൊരു മനോനില മാത്രമാണ് എന്നുള്ളതാണ്. അതെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. 58ാമത്തെ വയസ്സിൽ അഭിനയിച്ച സിനിമ സൂപ്പർ ഹിറ്റായി. അത് തന്നെയല്ലേ? അപ്പം താങ്ക് യു ചേട്ടാ, സന്തോഷം. ഇനി നാട്ടെ